ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കരയേണ്ടി വരും. ഒരുപാട് കരഞ്ഞു. ഞാനിപ്പോഴും പറയാം, എനിക്ക് തൊണ്ടയിടും. പണിതൻ ബോംബെയിൽ ഫുട്പാത്ത് ബിസിനസ്സിൽ എനിക്ക് പൊറോട്ട വാങ്ങിച്ചിട്ട് ഇത്തിരി ചാറ് ഫ്രീ ആയിട്ട് തരണം. പൊറോട്ട വാങ്ങിക്കാനുള്ള കാശ് എൻ്റെ കയ്യിലുണ്ട്. നിനക്ക് എന്ത് കഴിയുന്നു, എന്തറിയാമെന്നുള്ള കച്ചവടമല്ല നീ ചെയ്യേണ്ടത്. ഒരു കച്ചവടക്കാരൻ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ എന്താ ചോദിക്കുന്നത് അത് കിട്ടും. ഒരു നേരം ഭക്ഷണം കഴിക്കാൻ ആ ചാറ് ഫ്രീ ആയിട്ട് ചോദിച്ച് നിങ്ങൾ 100 പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്. 100 പേർക്കല്ല, 800 പേർക്ക്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥയാണല്ലോ. 14 വയസ്സിൽ സ്വന്തം സഹോദരനെ പഠിക്കാൻ വിടാനായി, സഹായിക്കാനായി സ്വന്തം അച്ഛൻ്റെ കൂടെ തൊഴിലിറങ്ങേണ്ടി വരിക, അതിൽ പരാജയപ്പെടുക. പിന്നീട് സ്വന്തം അമ്മ കൊടുത്ത ആ പാവം സ്ത്രീ അവരുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണം മുഴുവൻ കൊടുത്ത് അത് മുഴുവൻ വിറ്റ് ഒരു സംരംഭം തുടങ്ങി. അതിൽ പരാജയപ്പെടുമായിരുന്നു. പക്ഷെ അത് കറക്റ്റ് സമയത്ത് കസ്റ്റമറിന് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി അത് കൊടുക്കാനൊരു തീരുമാനമെടുത്ത് ബേക്കറി ബിസിനസ്സിലേക്ക് ഇറങ്ങി. ഇന്ന് ബേക്കറി ബിസിനസിന്റെ കുലപതിയായി. 30ഓളം ഷോപ്പുകൾ അദ്ദേഹത്തിനുണ്ട് എറണാകുളം, ഇടുക്കി ജില്ലകളിൽ.